ഗൈസ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് നയനയോട് പറയുകയാണ് കേട്ടോ ജാനകി. തീർത്തും ജാനകി പറയാണ്, എനിക്കൊരു ഭാര്യയുണ്ട് അനാമിക, അവൾ നോക്കിക്കോളും അവൻ്റെ കാര്യങ്ങളൊക്കെ, നീ അതിലൊന്നും ഇടപെടാൻ വരണ്ട. എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എന്തിനാ നീ വെറുതെ വലിഞ്ഞു കയറി ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നയനയോട്. അപ്പം നയനയ്ക്ക് ആകപ്പാടെ അങ്ങ് വിഷമമായി കരയൊക്കെ ചെയ്യുകയാണ്. അപ്പം നയന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനി വന്നിട്ട് നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നയനയിടത്തി കരയുണ്ട് കേട്ടോ. കാരണം അമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് നയനയിടത്തി. ഏട്ടത്തി മാത്രമല്ല എൻ്റെ അമ്മയുമാണ് എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് അമ്മ പറഞ്ഞാലും അതൊന്നും ഏടത്തി കാര്യമാക്കണ്ട, എൻ്റെ കാര്യങ്ങളിലൊക്കെ ഏടത്തി ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം, വിഷമിക്കരുതെന്നൊക്കെ അനി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അനാമികയുടെയും അനിയുടെയും ഫസ്റ്റ് നൈറ്റിന് മണിയറ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നയന ചെല്ലുമ്പോഴേക്കും അതും ജാനകി തടയാണ്. നീ എൻ്റെ മകൻ്റെ മണിയറ ഒരുക്കാൻ പോകണ്ട എന്ന് തീർത്ത് പറയാണ് ജാനകി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിവാഹം മുടക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്ത ആളാണ് നീ, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇതൊക്കെ നയനയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. അങ്ങനെ നയന എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി ഇതൊക്കെ പറയുന്നത് നമ്മുടെ അനാമിക കേൾക്കുന്നുണ്ട്. അപ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുകയാണ്. ഇത് കേട്ട് നിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആദർശം നയനയും കൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നയന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നയനെ നീ ഇതിലൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? നീയാണല്ലോ മണിയറ ഒഴിക്കണം എന്ന് ഇവിടെ കിടന്ന് ബഹളം വെച്ചത്, അതിനൊക്കെ മുൻപേ നിൽക്കണം, നീയാണല്ലോ വന്നത്, എന്നിട്ട് ഇപ്പം എന്താ അങ്ങോട്ടെങ്ങും അടുക്കാത്തത്? നീ എന്താ മണിയറ ഒരുക്കുന്നില്ലേ? എനിക്ക് മണിയറ ഒരുക്കാൻ എന്തൊരു സന്തോഷമായിരുന്നു നിനക്ക്, ഇപ്പം എന്താ നീ മാറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നയന പറയാണ്, അതൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ മാറി നിന്നേ ഉള്ളൂ, അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടല്ലോ, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുണ്ട്, അവർ ഡെക്കറേറ്റ് ചെയ്തോളും, വെറുതെ ഞാനെന്തിനാ? എന്നാലും നയനെ അങ്ങനെയല്ലല്ലോ, നീയാണല്ലോ ഇതിനൊക്കെ മുമ്പിൽ നിൽക്കുന്നത്, എനിക്കിങ്ങനെ അലങ്കാരപ്പണിയൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണ്, പിന്നെ ഇപ്പം പെട്ടെന്ന് എന്താ പറ്റിയത്? അത് അത് എനിക്ക് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ആദർശേട്ടൻ ചെല്ല്, ആദർശേട്ടൻ്റെ അനിയനല്ലേ അനി, ആദർശേട്ടൻ ഇതിനൊക്കെ മാറി നിന്നാ ഇങ്ങനെ, ആദർശേട്ടൻ ചെല്ല് എന്നിങ്ങനെ പറയുക നയന കേട്ടോ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് അനാമിക വരികയാണ്. അനാമിക വന്നിട്ട് നയനയെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ദേ എന്താ നയനയിടത്തി, ഞങ്ങൾക്ക് മണിയറ ഒരുക്കാനായിട്ട് ഒന്നാമതായിട്ട് നിന്ന ആളാണല്ലോ, ഇപ്പം എന്താ അതിനൊന്നും സഹകരിക്കാത്തത്? നയനയിടത്തി ഇങ്ങനെ മാറി നിന്നാ ഇങ്ങനെ, അതേ ആദർശേട്ടന് ചോദിക്കുന്നത് കേട്ടില്ലേ, ചെല്ല്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നയനയിടത്തി ഞങ്ങളുടെ മണിയറ ഒരുക്കാൻ കയറാതിരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ നയനും പറയാം, അത് അനാമികയെ ഞാൻ അങ്ങനെയൊന്നുമല്ല, അനിയുടെ കാര്യത്തിൽ നയനേച്ചിക്ക് ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ ഉണ്ടല്ലോ, അപ്പം പിന്നെ മണിയറ ഒരുക്കാനും നയനേച്ചി തന്നെ കയറണ്ടേ, ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അർത്ഥം വെച്ച് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം നയനയ്ക്ക് എന്തോ പോലെയൊക്കെ അങ്ങ് ആകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അനി കണ്ടുകൊണ്ട് നിൽക്കുക. എനിക്കും അങ്ങ് ഇഷ്ടപ്പെടുത്തില്ല അനാമിക പറയുന്നതൊന്നും കേട്ടോ. അങ്ങനെ അനിയുടെയും അനാമികയുടെയും ഫസ്റ്റ് നൈറ്റൊക്കെ ആകുകയാണ്. ആ ഫസ്റ്റ് നൈറ്റിൻ്റെ സമയത്ത് ഇവരിങ്ങനെ ബെഡ്റൂമിൽ കിടക്കാൻ നേരം അനിയോട് ചോദിക്കുകയാണ് കേട്ടോ അനാമിക, നന്ദുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അനി കാണാൻ പോയിട്ട് വന്ന് കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അവളെ കാണാൻ പോയല്ലേ, ഇതൊന്നും ശരിയാവില്ല അനി എന്ന് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ബാധ്യതയായിട്ട് മാറത്തേ ഉള്ളൂ, ഇനിയിപ്പോൾ അനി അവളുടെ പുറകെ നടക്കാനാണ് ഭാവമെങ്കിൽ ഞാനിതിവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാണ്. എൻ്റെ ഭർത്താവാണ് അനി, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ കാണാൻ പോയി, അതിന് നിനക്കെന്താ? നന്ദുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. ഇഷ്ടമായിരുന്നു എന്ന് അവൾ ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ കാണാൻ പോയെന്നല്ലേ ഉള്ളൂ, അതിന് എന്നെ ഭരിക്കാനൊന്നും വരണ്ടെന്ന് അനിയും പറയാണ് അനാമികയോട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് നന്ദുവിനോട്, ഈ രീതിയിൽ പോകാനാണെങ്കിൽ അനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നന്ദുവും അവളുടെ വീട്ടുകാരും അവളുടെ ചേച്ചിമാരും ഒക്കെ ആയിരിക്കും, നയനേച്ചിയോടും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ, അതുപോലെ ആദർശേട്ടനോടും ഉണ്ട്, ആദർശേട്ടനോടുള്ളതിലും താല്പര്യം നയനേച്ചിയോടാണ്, എല്ലാ കാര്യങ്ങളും നയനേച്ചി ചെയ്യണം എന്നുള്ളതാണല്ലോ അനിയുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴേക്കും അനിക്ക് ദേഷ്യം വരും. അനി പറയുന്നുണ്ട്, ദേ അനാമികയെ മോശമായിട്ട് നീ സംസാരിക്കരുത്, നീ വളരെ മോശമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ പിണങ്ങി രണ്ടുപേരും രണ്ട് വശത്തോട്ട് തിരിഞ്ഞൊക്കെ കിടക്കുകയാണ്. മുറിയിൽ നിന്ന് ശബ്ദമൊക്കെ കേട്ടിട്ട് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ വഴക്കാണെന്നുള്ള കാര്യം ഓർത്ത് എല്ലാവരും വരികയാണ്. അപ്പോൾ എന്താ മോളെ, എന്താ അനാമിക എന്നൊക്കെ വന്ന് ജാനകി വാതിലിന് മുട്ടുകയാണ്. എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനാമിക കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതമ്മേ, വെറുതെ അനി ഞാനുമായിട്ട് വഴക്ക് പിടിക്കുകയാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഓരോന്നൊക്കെ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ എന്താ ആവശ്യമില്ലാത്ത കാര്യം എന്ന് ചോദിക്കുമ്പോൾ അനി പറയാം, അത് ഇവള് നയനേടത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല,
അതാ ഞാൻ ഒച്ച വെച്ചതെന്ന് അനി പറയാണ്. അപ്പം അനാമിക പറയാണ്, ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, അനിയാണ് മോശമായിട്ട് പെരുമാറുന്നത് സംസാരിക്കുന്നതും ഒക്കെ എന്ന് പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുക, എന്താ പ്രശ്നം, എന്താന്ന് പറ അനി എന്ന് പറയുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അത് നയനേച്ചി മണിയറെ ഒരുക്കാൻ വന്നില്ലല്ലോ, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമായിരുന്നല്ലോ, അത് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളത് അറിയാം. എന്നോടുള്ള കുശുമ്പ് കൊണ്ടാണ് ഞാൻ അനിയും ആയിട്ട് വിവാഹം നടന്നത് നയനേടത്തേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിന്നത്. എന്നിട്ട് അതിൻ്റെ കുറ്റവും എനിക്ക്, അണിയറെ ഒരുക്കാനും മറ്റും നയനേച്ചി വരാതിരുന്നത് ഞാൻ കാരണമാണെന്നാണ് അനി പറയുന്നത് എന്ന് പറയണം അനാമിക. അപ്പോഴേക്കും അനി പറയാണ്, അങ്ങനെയൊന്നുമല്ല, ഇവള് വെറുതെ ഓരോ കാര്യങ്ങളില്ലാത്തത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജാനകിയും ജലജയും ഒക്കെ പറയുകയാണ്, ഓ അതാണ് പ്രശ്നം എന്ന് ചോദിക്കുക. ജാനകി പറയാണ്, നയനെ ദേവി ഏത് എൻ്റെ മകൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കാവൂ, ഞാൻ പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് ഈ വിവാഹം ആലോചിച്ചപ്പോൾ തൊട്ടേ ഇത് മുടക്കണം എന്നായിരുന്നു ആഗ്രഹം, വിവാഹ സമയത്തും അത് കാണിച്ചു, പിന്നെ അവൻ്റെ ഓരോരോ കാര്യത്തിലും ഇടപെട്ട് ഇപ്പോൾ അതേ അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് അവൻ കടന്നതേ ഉള്ളൂ, അവിടെയും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കാമോ നയനെ, ദയവ് ചെയ്ത് നീ അനിയുടെ ജീവിതത്തിൽ ഇടപെടരുത്, അത് ഇടപെടാനായിട്ട് അനാമികയുണ്ട് അവൻ്റെ ഭാര്യ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയനയുടെ കണ്ണ് നിറയാണ്. നയന അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട്, ഒന്ന് നിർത്താവോ, ഇനി എല്ലാവർക്കും പോയി കിടക്കാവോ, സമാധാനമായില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. എല്ലാവരും ഇനി അവനവൻ്റെ മുറികളിൽ പോയി കിടക്ക്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാതെ. അനാമിക അനി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുറിക്കുള്ളിൽ തീർക്കണം, ഇങ്ങനെ ഇറങ്ങി വന്ന എല്ലാവരുടെയും മുമ്പിൽ വിഴുപ്പലക്കാൻ നിൽക്കരുത് എന്ന് പറയാണ് മുത്തശ്ശൻ. എല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ എല്ലാവരും അവനവൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. നയനെ പോയപ്പോൾ ആ പുറകെ ആദർശം പോകുന്നുണ്ട്. എല്ലാവരും റൂമിലേക്ക് പോയി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ അനാമിക ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനി അങ്ങോട്ട് നിന്ന് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ അനി ഫോൺ ചെയ്യുന്ന കാണുമ്പോൾ അനാമിക അങ്ങോട്ട് വരികയാണ്. എന്താ, ആരെയാണ് ഫോൺ ചെയ്യുന്നത്, കുറേ നേരമായല്ലോ, ഓ അവളുടെ വിശേഷം വിളിച്ച് തിരക്കുമായിരിക്കും ആ നന്ദുവിൻ്റെ അല്ലേ. ഞാൻ നന്ദുവിനെ വിളിച്ചൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. എന്താ അനാമിക നിൻ്റെ പ്രശ്നം, ഇന്നലെ തൊട്ട് നീ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നയനേച്ചി എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ ഏടത്തിയാണ്, ആദർശേട്ടനും നയനേച്ചിയും എനിക്ക് അച്ഛനും അമ്മയും പോലെ തന്നെയാണ്. ആ നയനേച്ചിയെക്കുറിച്ച് അനാവശ്യം നീ പറയരുത്, നയനേച്ചിയെക്കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയാണ് കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കത്തേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നിനക്ക് അത് എൻ്റെ മുമ്പിൽ പറയാം. ഇന്നലത്തെ പോലെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും മുമ്പിൽ വേണ്ടാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ കൈ നിൻ്റെ കരണത്തിരിക്കുമെന്ന് പറയാണ് കേട്ടോ. അനാമി ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്, പ്രത്യേകിച്ച് എൻ്റെ നയനേച്ചി ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല, അതുള്ള കാര്യം തന്നെയാണ് എന്ന് അനി തീർത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നയനയോട് ഇരട്ടി ദേഷ്യമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരോ പണി ഒപ്പിക്കുകയാണ് അനാമിക. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം. അതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ. താങ്ക്